നമ്മുടെ വനാവകാശ നിയമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന വന നിയമങ്ങളും ഒക്കെ നമ്മൾ കാർക്കശ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് കാർക്കശ്യപ്പെടുത്തുന്നത്? അതായത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മനുഷ്യന് സ്വൈര്യമായി എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യുന്നത്. ഈ പറയുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? കാടിനെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന മലകളെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? കുന്നുകളെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? ആത്യന്തികമായി ഇതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? സ്വസ്ഥമായിട്ട് ഫ്രീ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയോടുകൂടി ഇണങ്ങി ജീവിക്കുവാൻ, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാവാതിരിക്കാൻ, മനുഷ്യരാശിയുടെ നല്ലതിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യൻ തന്നെയാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഇതേ മനുഷ്യൻ അല്ലെങ്കിൽ എന്താണ്, എന്തിനു വേണ്ടിയാണോ ഈ നിയമങ്ങളൊക്കെ സൃഷ്ടിച്ച് ഈ സംരക്ഷണ കവചമൊക്കെ ഒരുക്കിയത്, അതേ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാട്ടുമൃഗങ്ങൾ വന്ന് നാട്ടിലെത്തി എന്ത് ചെയ്യുന്നു? കൊലപാതകം ചെയ്യുന്നു, അല്ലെങ്കിൽ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഏതെങ്കിലും കാട്ടിൽ പോയ ഒരാളെ കാട്ടുമൃഗം ആക്രമിച്ചതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാട്ടിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? നാട്ടിലിറങ്ങി വന്ന് ഇത്തരത്തിൽ അതിക്രമം കാണിച്ചാൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്കറിയാം, ഇന്ന് കൃഷിയൊക്കെ തന്നെ അല്ലാതെ തന്നെ നഷ്ടത്തിലാണ്. അതായത് കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മൃഗങ്ങളെല്ലാം കൂടെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഭയങ്കരമായ രീതിയിലാണ് കൃഷികൾ നശിക്കുന്നത്. ഇന്ന് സാധാരണക്കാരുടെ ഒരു നഷ്ടപരിഹാരം കിട്ടുന്നില്ല, ഇതിനെതിരെ പരാതി കൊടുക്കാൻ കഴിയുന്നില്ല. തന്റെ കൃഷിയുടെ നശിപ്പിക്കുന്ന ഈ പറയുന്ന മൃഗങ്ങളെ വിരട്ടി ഓടിക്കാൻ പോലും എന്ത് ചെയ്യണം? ഫോറസ്റ്റുകാരന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വൈദ്യുത കമ്പിവേലി സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ എന്തെങ്കിലും വൈദ്യുത കമ്പിവേലി സ്ഥാപിച്ച് ഏതെങ്കിലും മൃഗം അവിടെ അപകടത്തിൽപ്പെട്ടാൽ അയാൾക്കെതിരെ വലിയ കേസെടുത്ത് അയാൾ മാസങ്ങളോളം എന്ത് ചെയ്യണം? ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് കോമൺ ആയിട്ട് ഒരു ചർച്ചയിലേക്ക് മാറുന്നു. എല്ലാവരും ഇവിടെ ഗവൺമെന്റുകൾ മാറി മാറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണകർത്താക്കൾ മാറി മാറി വരുന്നുണ്ട്. ഇന്ന് ഈ പറയുന്ന വനമന്ത്രിമാർ ഓരോരുത്തരായിട്ട് അവർ അതിനുവേണ്ടി ശ്രമിച്ച കാര്യവും അവർക്കുണ്ടായ തടസ്സങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും, ഞാനൊരു കാര്യം രോഹിതിനോട് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ നിയമം ആരാ സൃഷ്ടിച്ചത്? നമ്മളാണ് സൃഷ്ടിക്കുന്നത്. ജനാധിപത്യ ക്രമത്തിൽ എന്താണ്? ജനങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ പാസ്സാക്കുന്നു. അതേ നിയമങ്ങൾ എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഇതൊക്കെ എന്താണ്? ഒരു ഇരുമ്പലൊക്കെ പോലെ സ്ഥാപിക്കുന്ന നിയമങ്ങളല്ല. ഈ നിയമങ്ങൾ എന്ത് ചെയ്യണം? കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? പരിഷ്കരണം നടത്തണം. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? ഇതിനൊക്കെയുള്ള നിരീക്ഷിക്കുവാനും മോണിറ്റർ ചെയ്യുവാനുമുള്ള അതോറിറ്റികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ആധുനികമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ എന്ത് ചെയ്യപ്പെടുന്നില്ല, ഇവിടെ ഉപയോഗപ്പെടുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവിടെ മനുഷ്യനെ ഇറങ്ങി എന്തും ചെയ്യാം. ഇവിടെ മനുഷ്യന്റെ ജീവൻ എന്തില്ല, വിലയില്ലാത്ത ജീവനാവുന്നു. പന്നിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആനയുടെയും അല്ലെങ്കിൽ പുലിയുടെയും ഒക്കെ ജീവൻ എന്ത് ചെയ്യുന്നു? ഇവിടെ Z+ കാറ്റഗറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്.